SSLC പബ്ലിക് എക്സാമിന് നറേഷൻ ചോദിക്കാൻ കൂടുതലും സാധ്യതയുള്ളത് നമ്മളുടെ ബിലോഡ് ബോലസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് നറേഷന് കൂടുതലും സാധ്യത. അപ്പോൾ ഒരു ചോദ്യമാണ്, ഇമാജിൻ ദാറ്റ് തെരേസ മീറ്റ് എ co-prisoner and who helped her to continue her habit of writing letters. She shares her experience with Mr. Student to her co-prisoners write the likely narrative. ഇപ്പം എന്തായാലും നറേഷൻ ചോദിക്കാൻ പോകുന്നത് തെരേസയുടെ ചാപ്റ്ററായ ബിലോഡ് ബോലസിൽ നിന്നാണ്. ഷുവർ ക്വസ്റ്റ്യനാണ് എന്തായാലും ഇത്. SSLCയിൽ എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇതായിരിക്കും. നറേഷൻ എന്തായാലും ചോദിക്കാൻ കൂടുതൽ സാധ്യതയും ബിലോഡ് ബോലസിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിമ്പിൾ നറേഷൻ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് എഴുതാം. ഇൻ മാക്സിം ഗോർക്കിസ് ഷോർട്ട് സ്റ്റോറി ദ സ്റ്റുഡൻറ്റ് വൺസ് ലീവ്ഡ് ഇൻ എ മോസ്കോ. എന്താണ് മാക്സിം ഗോർക്കിയുടെ ഒരു സ്റ്റോറിയാണ് ഏത് ബിലോഡ് ബോലസ്. അതിനകത്തെ ഒരു സ്റ്റുഡൻറ്റ് എന്താണ് മോസ്കോ എന്നൊരു സിറ്റിയിൽ ജീവിച്ചിരുന്നു. ഇൻ എ ക്വയറ്റ് ബിൽഡിംഗ് വിത്ത് വൈഡ് വ്യൂ ഫ്രം ഹിസ് വിൻഡോ. ഈ ഒരു അവൻ്റെ വിൻഡോയിൽ നിന്ന് നേരെ നോക്കിയാൽ ആരുടെ വീടാണ്? തെരേസയുടെ വീടാണ് ആ സ്റ്റുഡൻറ്റിൻ്റെ. അക്രോസ് ദ ഹാൾ ലീവ് തെരേസ എ ടാൾ സ്ട്രോങ് പോളിഷ് വുമൺ. എന്താണ് ഒരു പോളിഷ് വുമണാണ് തെരേസ എന്ന് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും ടാളായിട്ടുള്ളതും ഒരു വുമണാണ്. ഹി ഫൗണ്ട് ഹെർ സ്ട്രേഞ്ച് ആൻഡ് അവോയ്ഡഡ് ഹെർ. എന്താണ് അവളെ കണ്ടിട്ടും സ്റ്റുഡൻറ്റിന് എന്താണ് ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയതുകൊണ്ട് അവൻ എന്താണ് അവരെ അവഗണിച്ചു. വൺ ഡേ ഷീ ആസ്ക്ഡ് ഹിം ടു റൈറ്റ് എ ലെറ്റർ ടു ഹെർ. ഒരു ദിവസം എന്ത് ചെയ്തു, അവ ചോദിച്ചു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് അവൾക്ക് എന്താണ് ഒരു ലെറ്റർ എഴുതി തരാൻ പറ്റുമോ എന്ന് ആ ഒരു ലേഡി ചോദിച്ചു. അതിലെന്തോ പറഞ്ഞു, ഷീ സ്പോക്ക് ഇൻ വിത്ത് സോഫ്റ്റ്നെസ് ആൻഡ് ഹോപ്പ്. അവൾ എന്താണ് മൃദുലതയോടെയും അതേപോലെ തന്നെ ഹോപ്പ് ആശയോടെയും ഒരു പ്രതീക്ഷയോടെയുമാണ് അവൾ സംസാരിച്ചത്. അതിനാൽ എന്താണ് അവൻ ലെറ്റർ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഹി റോട്ട് ദ ലെറ്റർ അമ്യൂസ്ഡ് ബൈ ഹെർ വർക്ക്സ് ആൻഡ് ഷീ താങ്ക്ഡ് ഹിം വിത്ത് വാംത്ത്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്താണ് അവളെ അത് പ്രശംസിച്ചു. അതെന്താണ് ഒരു പാരഗ്രാഫ്. മൊത്തം മിനിമം 3 പാരഗ്രാഫ് എങ്കിലും വേണം. നറേഷനായാലും അപ്രിസിയേഷനായാലും റിവ്യൂവിനായാലും. മൂന്നെന്നുള്ളത് 3 കൂടണമെന്നേ ഉള്ളൂ, കുറയില്ല. സെക്കൻഡ് പാരഗ്രാഫ്, ലേറ്റർ ഷീ റിട്ടേൺഡ് ആൻഡ് ആസ്ക്ഡ് ഫോർ എ ഹെൽപ്പ് ഫ്രം ബോലസ്. എന്നിട്ട് എന്താണ് പിന്നെയും വന്നു ബോലസിൻ്റെ അടുത്ത്. എന്താണ് ബോലസ് എന്നൊരു വ്യക്തിയുടെ പേരിൽ എന്താണ് ഒരു ലെറ്റർ അയക്കാൻ വേണ്ടി. ഷീ കെയിം ഇറ്റ് വാസ് ഫോർ അനദർ വുമൺ. അന്നേരം അവളെന്തോ പറഞ്ഞു, വേറൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണ്. ബട്ട് ദ സ്റ്റുഡൻറ്റ് സൂൺ റിയലൈസ് ദെയർ വാസ് നോ ബോലസ്. എന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ മനസ്സിൽ എന്താണ് ആദ്യമേ വന്നത് ബോലസ് എന്നൊരു വ്യക്തിക്ക് എഴുതാനും പിന്നെ ഇപ്പം വന്നത് ബോലസ് തിരിച്ചെന്താണ് വേറൊരു പെൺകുട്ടിക്ക് എഴുതുന്നത്. അന്നേരം എന്താണ് അവന് മനസ്സിലായി ബോലസ് എന്നൊരു വ്യക്തി ഇല്ലെന്ന്. ഷീ മേഡ് ഇറ്റ് ആൾ അപ്പ്. അവൾ തന്നെ ഉണ്ടാക്കിയതാണ് ആ ഒരു പ്രതിനിധിയൊക്കെ. ഷീ കൺഫെസ്ഡ് ദാറ്റ് ഷീ വാസ് ലോൺലി ആൻഡ് ഹാഡ് നോ വൺ ടു കെയർ ഹെർ. എന്താണ് അവൾ ഒറ്റപ്പെട്ടതും അതേപോലെ തന്നെ അവളെ കെയർ ചെയ്യാൻ എന്താണ് മറ്റാരുമില്ലെന്നും അവന് മനസ്സിലായി. ബോലസ് വെർ നോ സീഷൻ ഹെർ വേ ടു ഫീൽ ലൗഡ്. എന്താണ് ബോലസ് എന്ന ഒരു വ്യക്തി ഇല്ല. എന്താണ് അവളുടെ ഒരു വിചാരണ ഒരു ക്രിയേഷൻ മാത്രമാണ്. ദ സ്റ്റുഡൻറ്റ് ഫെൽറ്റ് അഷെയിംഡ് ഫോർ ജഡ്ജിങ് ഹെർ. സ്റ്റുഡൻറ്റിന് എന്താണ് ഇതൊക്കെ കേട്ടപ്പോൾ നാണം വന്നു. എന്താണ് അവളെ ഇങ്ങനെ പുച്ഛിച്ചതിന്, അല്ലെങ്കിൽ അവളൊരു സ്ട്രേഞ്ച് വുമണാണ് അവളെ അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതിനെല്ലാം എന്താണ് മിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്താണ് അഷെയിംഡായി, ലജ്ജിച്ചു. ഹി ബിഗാൻ റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു ബോലസ്. അവൻ എന്താണ് ബോലസിന് കത്തുകൾ എഴുതാൻ തുടങ്ങി. ആൻഡ് റിപ്ലൈസ് ഫ്രം ഹിം ടു തെരേസ. എന്താണ് ബോലസ് തിരിച്ച് തെരേസയ്ക്ക് എഴുതുന്ന റിപ്ലൈ ആയിട്ടും അവൻ എഴുതി കൊടുക്കാൻ തുടങ്ങി. ഷീ ലിസൺഡ് ആൻഡ് ക്രൈഡ് വിത്ത് ജോയ്. അവൾ ഇതെല്ലാം കേട്ടിട്ട് എന്താണ് കരയുകയും അതേപോലെ സന്തോഷത്തോടെ കരഞ്ഞു. എഗെയിൻ ഹീ ടോൾഡ് ഹിസ് ഫ്രണ്ട് ദാറ്റ് പീപ്പിൾ ലൈക്ക് തെരേസ സഫർ ഡീപ്ലി. എന്താണ് അവൻ ഇതിനെപ്പറ്റി അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ ഒരു തെരേസ എന്നൊരു വ്യക്തി, ഒരു യുവതി എന്താണ് ഇങ്ങനെ വിഷമത്താൽ ഉണ്ട്, ഒറ്റപ്പെട്ടിട്ട്. ദേ ക്രിയേറ്റ് ഡ്രീംസ് ടു സർവൈവ് ദ പെയിൻ ഓഫ് ലോൺലിനെസ്. അവരുടെ ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ വേണ്ടി എന്താണ് അവർ തന്നെ സ്വപ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. സൊസൈറ്റി ഓഫൻ ഫെയിൽസ് ടു സീ ദിസ്. എന്താണ് സമൂഹം ഇതിനെ ലജ്ജമാക്കി കാണുന്നു, ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നു. വി ജഡ്ജ് ഫ്രം ദിസ് ഔട്ട്സൈഡ് ആൻഡ് ഫൊർഗെറ്റ് ദാറ്റ് നീഡ് ഫോർ ലവ് ആൻഡ് കൈൻഡ്നസ്. ഇങ്ങനെയുള്ളവർക്ക് എന്താണ് സ്നേഹവും അതേപോലെ തന്നെ പരിഗണനയും എല്ലാം നൽകണമെന്ന് ഇതിൽ നിന്ന് മിസ്റ്റർ സ്റ്റുഡൻറ്റിന് എന്താണ് മനസ്സിലായി. ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള നറേഷൻ എഴുതുന്നത്. നറേഷൻ മിക്കവാറും ഈ പ്രാവശ്യത്തെ SSLCയിലും ചോദിക്കും. കാരണം
നറേഷൻ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നറേഷൻ ഒന്നെങ്കിൽ 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെയാണ് സാധാരണ എക്സാമിന് വയ്ക്കുന്നത്. കൂടുതലും 5 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് നറേഷൻ. അപ്പോൾ ഈ ഒരു നറേഷൻ പഠിക്കാതെ നിങ്ങളാരും പോകരുത്.